ഇന്നത്തെ വ്ളോഗിൽ ഒന്ന് മനസ്സ് തുറന്ന് സംസാരിച്ചാലോ? കേൾക്കാൻ താല്പര്യമുള്ളവർ മാത്രം കേട്ടാൽ മതി. അപ്പോൾ പ്രത്യേകിച്ച് വലിയ സംഭവമൊന്നുമല്ല, എന്നാലും പറയാം. ചില ദിവസങ്ങളിൽ അങ്ങ് മടുപ്പ് തോന്നും കേട്ടോ. അതായത് ഈ ഒരു വ്ളോഗ് ചെയ്യാനും അല്ലെങ്കിൽ വ്ളോഗിങ് ഷോർട്സ് ആയാലും അത് ആ ഒരു മടുപ്പ് തോന്നിയിട്ടാണ് ഞാനിപ്പോൾ ഷോർട്സ് പോലും ഇടാത്തത്. കാരണം വേറൊന്നുമല്ല, നമ്മൾ ഈ വ്ളോഗൊക്കെ തുടക്കത്തിൽ തന്നെ പോയി ഇഷ്ടത്തോടെയൊക്കെ ഇട്ടതിന് ശേഷം അതിൽ കിട്ടുന്ന വ്യൂസ് കാണുമ്പം സംടൈംസ് നമുക്ക് ഭയങ്കര ഹാപ്പി ആയിരിക്കും. പക്ഷേ സംടൈംസ് നേരെ ഹാപ്പിയുടെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? അതായിരിക്കും അല്ല. അതായത് നമ്മൾ എത്ര കഷ്ടപ്പെട്ട് ചെയ്തിട്ടും ഒരു വ്യൂസ് ഒന്നും നമ്മൾ പ്രതീക്ഷിക്കുന്ന അത്ര കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഒരു വിഷമമായിരിക്കും. അങ്ങനെ നമ്മൾ ഒരുപാട് വ്ളോഗൊക്കെ ചെയ്ത് അവസാനം അങ്ങ് മടുപ്പ് തോന്നും, ഇട്ടിട്ട് പോവാൻ വരെ തോന്നും, ഇതൊക്കെ വേണ്ടാന്നും പറഞ്ഞിട്ട്. അങ്ങനെ പല ദിവസങ്ങളിലും എനിക്ക് തോന്നാറുണ്ട്. എന്നിട്ടും ഞാനിങ്ങനെ വീണ്ടും നമുക്ക് അടുത്തൊരു വ്ളോഗ് ഇടാം, നമുക്ക് കണ്ടിന്യൂ ചെയ്ത് നോക്കാം, എന്തായിരിക്കും ഇനി വരുന്ന ഔട്ട്പുട്ട് എന്താണെന്ന് നോക്കാം, നല്ല ഒരു ഔട്ട്പുട്ട് കിട്ടും എന്നൊരു പ്രതീക്ഷയിലൂടെ നമ്മളിങ്ങനെ വീണ്ടും എഫേർട്ട് ഇടും അല്ലേ, ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ട് പോകും. അങ്ങനെയാണല്ലോ ലൈഫ് അല്ലേ. നമുക്ക് എല്ലാ ദിവസവും എന്താണ് നമ്മൾ വിചാരിക്കുന്ന പോലെ നടക്കണമെന്നുണ്ടോ? ഇല്ല. പക്ഷേ എന്തെങ്കിലും ഒരു ദിവസം നമ്മൾ ഹാർഡ് വർക്ക് നെവർ ഫീൽസ് എന്നാണല്ലോ. എന്തെങ്കിലും ഒരു ദിവസം ഹാർഡ് വർക്ക് ചെയ്തതിൻ്റെയൊക്കെ ഒരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടുമല്ലേ. കഴിഞ്ഞ ദിവസം സഫാരി പോയപ്പോഴേ ഒരു കുക്കർ മേടിച്ചു. അതായത് ഇവിടെ കുക്കർ ഉണ്ടായിരുന്നു, പക്ഷേ നിറയുണ്ട്, എല്ലാം പോയി കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ തൽക്കാലം ഞാൻ ഒരു വലിയ കുക്കർ വെച്ചാണ് അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ എനിക്ക് ഒരെണ്ണം കൂടെ വേണമെന്നുണ്ടായിരുന്നു. ഒരു ചെറുതുണ്ടായിരുന്നത് നാട്ടിൽ നിന്ന് ഉമ്മാടെ നിന്ന് ഞാൻ അടിച്ചുകൊണ്ട് വന്ന ഒരു ചെറിയ കുക്കറാണ് ഇരുന്നത് കേട്ടോ. അപ്പോൾ അതും ചീത്തായി. അങ്ങനെ നമ്മളിപ്പം കഴിഞ്ഞ ദിവസം സഫാരി പോയപ്പോൾ ഒരു കുക്കർ മേടിച്ചു. ഇല്ല എമ്രോ, ഇവൻ ഈ കുക്കർ കൊടുക്കാനാണ് കിടക്കുന്ന ബഹളം. അപ്പോൾ പ്രസ്റ്റീജിൻ്റെ കുക്കറാണേ. ഞാൻ വിചാരിച്ച് രണ്ടെണ്ണം ഉണ്ടെങ്കിൽ എളുപ്പമാണ്. ഒരെണ്ണം നമുക്ക് നെച്ചോറും ചിക്കൻ കറിയും വെക്കുന്ന സമയത്ത് ഒരെണ്ണത്തിൽ നെച്ചോറ് വെക്കാമല്ലോ, ഒരെണ്ണത്തിൽ എനിക്ക് കറി വെക്കാമല്ലോ, അങ്ങനെ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഒരെണ്ണം കൂടെ വേണമെന്നും പറഞ്ഞ് മേടിച്ചത്. മിണ്ടാതിരിയമ്മറോ, ഇവൻ ഇത് കൊടുക്കാനാണ് ഇവ ഈ ബഹളം വെക്കുന്നത്. നല്ല പ്രസ്റ്റീജിൻ്റെ കുക്കറാണേ, അകത്ത് വിസിൽ വരുന്നുണ്ടേ, നല്ല പളപളാന്നിരിക്കുന്നു, നല്ല തിളക്കം. എൻ്റെ ഇങ്ങനത്തെ കുക്കറല്ല ഇരിക്കുന്നത്. എൻ്റെ കുക്കർ നിങ്ങൾക്കറിയാലോ, എൻ്റെ എല്ലാ വ്ളോഗിലും ഞാൻ എന്ത് കറി വെച്ചാലും കുക്കറിലാണ് വെക്കാറുള്ളത്, എളുപ്പത്തിൽ വെക്കാൻ വേണ്ടിയിട്ട്. തുടക്കത്തിൽ തന്നെ ഞാൻ ബോറടിപ്പിച്ചല്ലേ. അപ്പം ഞാൻ പറഞ്ഞു വന്നത് വേറൊന്നുമല്ല, നമ്മൾ കഷ്ടപ്പെട്ട് എഡിറ്റ് ചെയ്ത് അല്ലെങ്കിൽ രാത്രിയും പകലും ഉറക്കമില്ലാണ്ട് ഓരോ വ്ളോഗൊക്കെ ഷൂട്ട് ചെയ്ത്, പ്രത്യേകിച്ച് ഷോർട്സൊക്കെ ആണെങ്കിൽ പിന്നെ പറയണ്ട, ഡെയിലി ഷോർട്സൊക്കെ എടുക്കുന്നവരുടെയൊക്കെ അവസ്ഥ, ഓരോ വ്ളോഗേഴ്സിൻ്റെ അവസ്ഥ നമ്മളൊരു വ്ളോഗറായി കഴിഞ്ഞാൽ മനസ്സിലാവുള്ളൂ അല്ലേ. അതായത് രാത്രി കിടക്കുമ്പോഴാണെങ്കിൽ നാളെ ഏത് കോണ്ടൻറ്റ് ഷൂട്ട് ചെയ്യാം, അതെപ്പോൾ എഡിറ്റ് ചെയ്യുന്നത്, ചിലപ്പോൾ പാതിരാത്രി ഉറക്കം പോലും ഇല്ലാതായിരിക്കും എഡിറ്റ് ചെയ്യുന്നത്. എഡിറ്റ് ചെയ്യാൻ വേണ്ടി തന്നെ 3, 4, 5, 6 മണിക്കൂർ വരെ നമ്മൾ അതിലോട്ട് സ്പെൻഡ് ചെയ്യുമല്ലേ. എന്നിട്ട് നമുക്ക് വ്യൂസ് വളരെ കുറവായിരിക്കും, ഭയങ്കര വിഷമമായിരിക്കും. അപ്പോൾ എൻ്റെ വ്ളോഗ്സ് നിങ്ങൾ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, അത്ര വലിയ വ്യൂസൊന്നും ഇല്ല. ചില വീഡിയോസിനൊക്കെ എനിക്ക് കുഴപ്പമില്ലാത്ത വ്യൂസൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ചില വീഡിയോസിന് വ്യൂസ് കുറവാണ്, കൂടുതലും കുറവ് തന്നെയാണ്. അപ്പോൾ പ്രത്യേകിച്ച് ലൈഫ് സ്റ്റൈൽ വ്ളോഗ് ചെയ്യുന്നവരുടെ അടുത്താണ് എനിക്ക് പറയാനുള്ളത്. ഞാനൊരു ലൈഫ് സ്റ്റൈൽ വ്ളോഗറാണ്. അപ്പോൾ ഈ ലൈഫ് സ്റ്റൈൽ വ്ളോഗ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് കയറി വരുന്ന ഒരു സംഭവം അല്ല എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഞാനൊരുപാട് റിസർച്ച് ചെയ്തും വീഡിയോസൊക്കെ കണ്ട് മനസ്സിലാക്കിയ കാര്യം എന്ന് പറയുന്നത്. ചിലരെന്ന് പറഞ്ഞാൽ നമ്മൾ വീഡിയോസ് ഇടുമ്പോൾ തന്നെ ലൈഫ് സ്റ്റൈലാവട്ടെ വേറെ ഏത് വീഡിയോ ഇട്ടാലും പെട്ടെന്ന് അങ്ങ് കയറിപ്പോവല്ല, റീച്ച് അങ്ങ് കയറിപ്പോവും. പക്ഷേ ചിലർ ഇപ്പോൾ ഇന്ന് നല്ല ഹൈ ലെവലിൽ നിൽക്കുന്ന വ്ളോഗേഴ്സ് എടുത്ത് നോക്കിയാൽ അവർ വർഷങ്ങളോളം വീഡിയോസ് ഇട്ടിട്ടാണ് ഈ ഒരു ഫീൽഡിൽ കയറി വന്നതല്ലേ. അപ്പോൾ ഈ ഒരു ഹാർഡ് വർക്ക് എന്ന് പറയുന്നത് ഒരിക്കലും അതിനുള്ള റിസൾട്ട് കിട്ടാണ്ട് പോവില്ല. ഈ വ്ളോഗ്സൊക്കെ ചെയ്ത് മടുത്ത് ഇനി നിർത്തിപ്പോണം എന്ന് വിചാരിക്കുന്നവരടുത്താണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ നിർത്തിപ്പോവരുത്, നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ചെയ്യുക. എന്തെങ്കിലും ഒരു ദിവസം നിങ്ങൾ ചെയ്ത ആ ഒരു കഷ്ടപ്പാടിൻ്റെ ആ ഒരു ഫലം ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് ദൈവം തന്നിരിക്കും. അത് നല്ലൊരു വ്യൂസിലൂടെ പെട്ടെന്നൊരു വീഡിയോ പ്രതീക്ഷിക്കുക. നമ്മൾ ചിലപ്പം പ്രതീക്ഷിച്ചിടുന്ന വീഡിയോസ് ഒന്നും കയറിപ്പോയില്ല, പക്ഷേ പ്രതീക്ഷിക്കാതിടുന്ന ഒരു വീഡിയോ ചിലപ്പോൾ പെട്ടെന്ന് അങ്ങ് റീച്ചായി പോകാം. അതുകൊണ്ട് എന്നെപ്പോലെ ഇങ്ങനെ തളരാതെ നിങ്ങൾ വീഡിയോസൊക്കെ ഇട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ പറയാൻ. അപ്പോൾ ഇന്നെന്ന് പറയുന്ന ഒരു കോസി മോം ഈവനിങ് ലൈഫ് വീഡിയോ ആണ്, ഡേ ഇൻ മൈ ലൈഫ് പോലെ. അപ്പോൾ സംഭവം വേറൊന്നുമില്ല, ഇന്ന് ഈവനിങ് എഴുന്നേറ്റെന്നല്ല, ഈവനിങ് ആയപ്പോഴത്തേക്കും ഈവനിങ് സ്നാക്കായിട്ട് എമ്രൂന് ബ്രെഡൊക്കെ കൊടുത്തു. അപ്പം ഞാനും അതിൽ നിന്നൊക്കെ കഴിച്ച് ചായയൊക്കെ കുടിച്ചു. പിന്നെ റീക്ക ഓഫീസിൽ പോയിട്ടുണ്ട്. പിന്നെ കുറച്ച് ക്ലീനിങ് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഉച്ചയ്ക്ക് തന്നെ ചെയ്ത് തീർത്തു. ഞാൻ ക്ലീൻ ചെയ്തിട്ടുന്ന വീടാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവൻ എന്ത് ചെയ്തെന്ന് നോക്കൂ, AC ഇടുകയാണ്. ഞാൻ കുറച്ച് നേരം AC തണുത്തപ്പോൾ ഓഫ് ചെയ്തപ്പോൾ എമ്രൂന് ഭയങ്കര ചൂടെടുക്കുന്നു. അപ്പോൾ AC ഒക്കെ ഇടാൻ അറിയാം,
ഇടുകയാണ്, സ്വന്തമായിട്ട് റിമോട്ടൊക്കെ എടുത്ത് അങ്ങ് AC ഇടുകയാണ്. അങ്ങനെ പിന്നെ എമ്രുവിന് കുറച്ച് നേരം കളിക്കാൻ ഇരുത്തി. പിന്നെ അവനെ കൊണ്ടുപോയി ഞാൻ ഫ്രഷാക്കിയൊക്കെ കൊണ്ടുവന്ന് ആഹാരമൊക്കെ കൊടുത്ത് ഇനി കുറച്ചും കൂടെ ടേബിൾ ക്ലീൻ ചെയ്യാൻ പരിപാടി ഉണ്ടായിരുന്നേ. അപ്പോൾ അത് ഞാൻ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഇവൻ നമ്മൾ എന്ത് ചെയ്താലും അതുപോലെ ചെയ്യും കേട്ടോ. അവനും വന്ന് എന്നെ ഹെൽപ്പ് ചെയ്യുകയാണ്. അങ്ങനെ കുറച്ച് നേരം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഹെൽപ്പ് ചെയ്യട്ടെ, കാരണം ഈ ഒരു സ്പഞ്ച് മേടിക്കുമ്പം ഭയങ്കര കൊലവിളിയാണ് വിളിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പിന്നെ തൽക്കാലം വേറൊരു സ്പഞ്ച് എടുത്ത് കൊടുത്തതാണ്. തുടയ്ക്കുന്ന സ്പഞ്ച് ഞാൻ മേടിച്ചെന്നല്ല, ഞാൻ ക്ലീൻ ചെയ്തിട്ട് അത് കൊണ്ട് കിച്ചണിൽ വെച്ചു. അപ്പോൾ ഞാൻ ഇപ്പോൾ കാണിച്ച സെൽഫി സ്റ്റിക്കിലാണ് ഞാൻ കൂടുതലും വീഡിയോസൊക്കെ എടുക്കാറുള്ളത്. ട്രൈപോഡ് എനിക്ക് വേറെ വീഡിയോ എടുക്കാൻ ആരും ഇല്ലാത്തത് കൊണ്ട് ഞാൻ സ്വയം എടുക്കുന്നത്. അപ്പോൾ ഇന്ന് മുതൽ കുറച്ചൊന്ന് സ്കിൻ കെയർ ഒക്കെ ഒന്ന് തുടങ്ങാൻ വരും. സത്യം പറഞ്ഞാൽ എമ്പ്രൂവിനെ പ്രഗ്നൻ്റ് ആയ മുതൽ ഞാൻ ഈ സ്കിൻ കെയർ ഡ്യൂട്ടി ഒന്നും സെൽഫ് കെയർ എന്ന് പറയുന്ന സംഭവമേ ഇല്ല. സ്കിൻ കെയറൊക്കെ അങ്ങ് ഇല്ലാണ്ടാക്കി കളഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഇല്ല, അതിന് മുന്നേ വരെ എന്തെങ്കിലുമൊക്കെ മാസ്ക് നാച്ചുറലി എന്തൊക്കെ ഇടാൻ പറ്റുമോ അതൊക്കെ ഞാൻ ചെയ്യുമായിരുന്നു. പിന്നെ ഇടയ്ക്ക് വെച്ച് ലോറിയലിൻ്റെയൊക്കെ സംഭവങ്ങളൊക്കെ മേടിച്ചൊക്കെ ഇടുമായിരുന്നു. അപ്പോൾ അതൊന്നും എനിക്ക് അത്ര ഫേസിനെ പിടിക്കാത്തത് കൊണ്ട് പിന്നെ ഞാനത് നിർത്തി. അപ്പോൾ അതുപോലെയൊക്കെ ഇപ്പോഴും വീണ്ടും സ്കിൻ കെയർ ഒക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഭയങ്കര മടിയാണ്, അതാണ് ചെയ്യാത്തത്. അപ്പോൾ ഇന്ന് മുതൽ ഒരു സ്റ്റാർട്ടിംഗ് ആയിട്ട് ഞാൻ ഒരു തുടക്കം കുറിക്കാം എന്നും പറഞ്ഞിട്ട് ഐസ് ക്യൂബ് എത്രയോ നാളായി ഫ്രീസറിൽ എടുത്ത് വെച്ചിരുന്ന ഐസ് ക്യൂബാണ്. ഇന്നാണ് ഞാൻ എടുത്തിട്ട് വന്നത്. ഇന്നെങ്കിലും ഒന്ന് ചെയ്യണമെന്നും പറഞ്ഞ് മാസങ്ങളായിട്ട് ഇവിടെ കട്ട പിടിച്ച് ഫ്രിഡ്ജിൽ ഇരുന്ന ഒരു ഐസ് ക്യൂബാണ്. എന്ത് തണുപ്പല്ലേ മുഖത്ത് ചെയ്തപ്പോൾ. എൻ്റെ എക്സ്പ്രഷൻ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും, ഭയങ്കര തണുപ്പ്. ചില സമയം നമ്മൾ ഈ ഐസ് ക്യൂബ് വയ്ക്കുമ്പോൾ അങ്ങ് മരവിച്ച് പോകണമല്ലോ തോന്നുമല്ലേ. അപ്പോൾ നമ്മൾ സ്കിൻ കെയർ, അതായത് ഈ ഐസൊക്കെ ഇട്ട് എന്ത് സ്കിൻ കെയർ ചെയ്താലും നമ്മൾ തുടയ്ക്കുമ്പോൾ ഇങ്ങനെ മുഖം ഉരച്ച് തുടയ്ക്കരുതെന്നാണ്. ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മളിതാ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകണം. ഇവൻ ഓൾറെഡി ഫുഡ് കഴിച്ചിട്ടുണ്ട്. എന്നാലും ഇന്ന് ഞാൻ പുറത്തുനിന്നാണ് ഫുഡ് മേടിച്ചത്. അപ്പോൾ ഇന്ന് ഞാൻ അങ്ങനെ കുക്കിംഗ് ഒന്നും ചെയ്തില്ല, അതാണ് പിന്നെ വേറെ ഒന്നും കുക്കിംഗ് ആയിട്ട് കാണിക്കാത്ത. അപ്പോൾ എന്ത് ഫുഡ് ഡെലിവറി വന്നാലും ഇവിടെ അകത്തൊരു കുഞ്ഞു ബേബി ഉണ്ട്, ഡെലിവറി ബോയ് ആയിട്ട് എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, മേടിച്ച് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവൻ കഴിച്ച ആളാണ്, എന്നാലും ഫുഡ് വന്നപ്പോൾ കണ്ട ഞാൻ പറഞ്ഞു വേണമെങ്കിൽ പോയിരുന്നോ ചെയറിലെന്ന് പറഞ്ഞപ്പോൾ നേരെ ചെയറിൽ പോയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ ചിക്കൻ മുഗ്ലായോ അങ്ങനെ എന്തോ ആണ്, എനിക്ക് കറക്റ്റ് പ്രൊനൗൺസിയേഷനൊന്നും അറിഞ്ഞുകൂടാ. അപ്പോൾ ആ ഒരു സാധനം മേടിച്ചു. പിന്നെ അപ്പവും മേടിച്ചു. അപ്പം എമ്പ്രൂവിനും ഒരപ്പം ഞാൻ എക്സ്ട്രാ 4 അപ്പം ഓർഡർ ചെയ്തു. ഒരെണ്ണം എക്സ്ട്രാ അവന് വേണ്ടിയിട്ട് ഓർഡർ ചെയ്തതാണ്. കുറച്ച് അവനും കൊടുത്ത് ഞാനും ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം എമ്പ്രൂ ഞാനാണെങ്കിൽ എനിക്കിത് ഇപ്പോഴും കണ്ടപ്പോൾ ചിരി വരെയാണ്. അവന് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഈ ഒരു സാധനം എടുത്ത് ഈ ചെയറിൻ്റെ അടിയിൽ ഇങ്ങനെ വയ്ക്കുമ്പോഴേ, ഫിറ്റ് ചെയ്ത് വയ്ക്കുമ്പോൾ അതിൻ്റെ പുറത്ത് കയറി ഇരിക്കാൻ വേണ്ടിയിട്ട് TV റിമോട്ടും എടുത്ത് വെച്ച് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കുരുത്തക്കേട് കാണിക്കുന്ന കുഞ്ഞിനെ കൊണ്ട് ഞാൻ പിടിച്ച് ചൊറക്കട്ടെ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ കാര്യങ്ങളും മറക്കണ്ട. ആന കുത്താൻ വന്നാലും എന്ത് ചെയ്യണം?